ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ആരാണ് വർഗീയതയുടെ വോട്ട് തേടിയത്? CPIM ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയെന്ന തിരിച്ചടിയുമായി കോൺഗ്രസും ലീഗും ഇറങ്ങിയത് CPIMന്റെ ആവർത്തിച്ചുള്ള UDF SDPI ആരോപണത്തിന് പിന്നാലെയാണ്. കെട്ടകാലമെന്ന സംഘപരിവാർ ഭരണകാലത്തെ മുന്നണി ഭേദമില്ലാതെ വിശേഷിപ്പിക്കുന്ന കാലത്താണ്. വർഗീയതയുടെ വാതിൽ തുറക്കാത്ത പ്രബുദ്ധ കേരളമെന്ന് വിളിക്കുന്ന നാട്ടിലാണ്. സങ്കുചിതത്തോട് സന്ധിയേതുമേതുമില്ലാതെ സമൂഹത്തിലാണ്. അപരമത വിദ്വേഷിയെ മാറ്റി നിർത്താൻ ശീലിച്ച മനുഷ്യന്മാർക്കിടയിലാണ് തെരഞ്ഞെടുപ്പിന്റെ പരിസരം ഇങ്ങനെ വർഗീയ വർത്തമാനം കേൾക്കുന്നത്. തെരഞ്ഞെടുപ്പാനന്തരവും നാടിങ്ങനെ തന്നെ വേണമെന്ന് നന്നായി അറിയാവുന്നവരാണ് ഈ പറയുന്നവരെല്ലാം. എന്നിട്ടും വർഗീയ കാർഡ് ഇറക്കുന്നത് എന്തിനാണ്? ചോദ്യം ഇതാണ്. വർഗീയ കാർഡോ? ചർച്ചയിൽ CPIMൽ നിന്നും M പ്രകാശൻ, കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചാമക്കാല, BJPയിൽ നിന്ന് പ്രകാശ് ബാബു എന്നിവരാണ്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ SDPയുടെ തടവറയിലാണോ? ആണെന്ന് മന്ത്രി MB രാജേഷ് എന്ന് പറയുന്നു. ഞാൻ അതിലേക്ക് വരാം. അതിനുമുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ ചർച്ച നടത്തിയപ്പോൾ ചില വിഷയങ്ങളുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ ചില കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ചില തിരുത്തലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസവും ശ്രീ അരുൺകുമാറിന്റെ ഭാഗത്ത് നിന്ന് വെല്ലുവിളിയുടെ സ്വരമാണ് വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ രേഖാമൂലം അല്ലെങ്കിൽ ഞങ്ങൾ നാളെ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമെടുക്കുന്നുണ്ട്. അതുവരെ ഡിബേറ്റുമായി സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ഈ വിവരം ഞാനിപ്പോൾ ചാനലിലൂടെ പറയുന്നത്, ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം നിരവധിയായ പ്രവർത്തകർ, ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും നിരവധിയായ പ്രവർത്തകർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുത്, റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മാധ്യമങ്ങളിലൂടെ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ തീരുമാനം ജ്യോതികുമാർ ചാമക്കാല, താങ്കൾക്കത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കാവുന്നതാണല്ലോ. എന്റെ ചോദ്യത്തിന് മറുപടി അല്ല. ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനൽ അങ്ങനെ അസ്വസ്ഥയാകാതിരിക്കും സ്മൃതി. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയ്ക്ക് ആധാരമാക്കിയ ആ യൂട്യൂബിന്റെ ലിങ്ക് പോലും നിങ്ങൾ പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളത് തിരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഞാനത് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കും. ഞാനത് എന്റെ സഹപ്രവർത്തകരെ അറിയിക്കേണ്ട ബാധ്യത എനിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായി ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഞങ്ങൾ വർഗീയ കക്ഷികളുടെ പിന്തുണ തേടിയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി ഞങ്ങൾക്ക് മറുപടിയുണ്ട്. MB രാജേഷിനെ പോലുള്ളവർക്കൊക്കെ എന്താ പറയുക, അവരുടെയൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും. MB രാജേഷ് നേരിട്ട് നിയന്ത്രിച്ച ഒരു തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ അവിടുത്തെ മുതിർന്ന നേതാവ് ശ്രീ AK ബാലൻ നിയന്ത്രിച്ച ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ വോട്ടുകൾ കൂടിയപ്പോഴും നിങ്ങൾക്ക് 600 വോട്ട് കൂടിയെന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിന്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു മന്ത്രിയും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും പരിവാരങ്ങളുമൊക്കെ നേരിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ടേ? BJPയിലാണെങ്കിൽ വലിയ ആഭ്യന്തര കലഹമാണ്. അപ്പോൾ CPIMനെ സംബന്ധിച്ച് ഇതൊക്കെ പറഞ്ഞേ മതിയാവൂ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ 1994 മുതൽ 2019 വരെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്ക് രഹസ്യമായും പരസ്യമായും നിങ്ങൾക്ക് പിന്തുണ നൽകിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി. ആ പാർട്ടി രൂപീകൃതമാകുന്നതുവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് സമ്മതിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങൾക്കൊരു വിഷയവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളോടൊപ്പം ഏതെങ്കിലും കക്ഷികൾ നിന്നില്ലെങ്കിൽ അവർ വർഗീയവാദികളാകും, നിങ്ങളോടൊപ്പം നിന്നാൽ അവർ ജനാധിപത്യവാദികളാകും എന്ന നിങ്ങളുടെ തനത് ശൈലി അത് നിങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്ക് അതാവുകയുമാകാം. പക്ഷേ പബ്ലിക്കിനെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നവരെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പോളിസി വളരെ സിമ്പിളാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫീൽഡ് ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഐഡിയോളജി ഉണ്ട്, ഞങ്ങളുടേതായ നയമുണ്ട്, ഞങ്ങളുടേതായ പ്രകടന പത്രികയുണ്ട്, ഞങ്ങൾ നടത്താൻ പോകുന്ന വികസന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ആ സ്ഥാനാർത്ഥിക്ക് ആരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും. അത് BJPയിലെ പ്രവർത്തകർ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. BJPക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുള്ളവർ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മുനിസിപ്പൽ പ്രദേശത്ത് ഉൾപ്പെടെ 4000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി ലഭിക്കുന്നത്. CPIMന്റെ പ്രവർത്തകരുടെ വോട്ടിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഞങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഞങ്ങളുടെ പ്രകടന പത്രിക അംഗീകരിക്കുന്ന, ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്ന എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ കഴിയുന്നവർക്കെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്താൽ എങ്ങനെയാണ് AI ക്യാമറയുടെ വല്ല സഹായവും ഉണ്ടോ? ഓരോരുത്തരും വരുമ്പോൾ നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനും അങ്ങനെയുള്ള പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിന്റെ ചിഹ്നത്തിലേക്ക് ചെയ്താൽ അത് വരാതിരിക്കാനും പിന്നെ EVM എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി വെക്കാൻ കഴിയുമോ? അപ്പോൾ ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ഇലക്ടറൽ റോളിൽ പേരുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം. അവരാർക്ക് വോട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് അവരവരുടെ തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തപ്പോൾ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എന്തിനാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത്? ഞങ്ങൾ പരാജയപ്പെടുത്തിയത് BJPയെ ആണ്. ഞങ്ങൾ പരാജയപ്പെടുത്തിയത് BJP ആയിരിക്കുമ്പോൾ BJPക്ക് ഇല്ലാത്ത വേവലാതി എന്തിനാണ് CPM-ന്? അപ്പോൾ CPM ഈ തുടക്കം മുതൽ BJPയെ സഹായിക്കാനും BJPയെ പാലക്കാട് വിജയിപ്പിക്കാനുമുള്ള തന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയതെന്ന് നമുക്കറിയാം. ഇവിടെ പിന്നെ ഒരുപാട് വ്യാജ വാർത്തകൾ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഈ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ചാനലിലെ ഒരു പൂർവികനും അതിനകത്തുണ്ട്. ഏതായാലും അത്തരത്തിലൊക്കെ പ്രവൃത്തികൾ നടത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇനിയെങ്കിലും പാലക്കാട്ടെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്, അവരെ വിഡ്ഢികളാണെന്ന് പരിഹസിക്കരുത്, അവർക്ക് ഇതൊന്നും അറിയാത്തവരാണെന്നും അവർക്ക് രാഷ്ട്രീയം മനസ്സിലാകാത്തവരാണെന്നും കരുതി കളയരുത്. അവർ ജനാധിപത്യ ചേരിയോടൊപ്പം നിന്നത് അവർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഡീലിമിറ്റേഷന് ശേഷം ഈ നിയോജകമണ്ഡലത്തിൽ, പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് 17,000-ലധികമായിരുന്നു നേരത്തെയുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമെങ്കിൽ ഇപ്പോൾ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമ്പോൾ ആ വോട്ടർമാർ അവർ രാഷ്ട്രീയം മനസ്സിലാക്കി, സാഹചര്യം മനസ്സിലാക്കി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിലയിരുത്തി, എല്ലാ പാർട്ടികളെയും വിലയിരുത്തി, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ആണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. അവരെ ഇനിയും അപമാനിക്കുന്നത് അത് BJP ആയാലും LDF ആയാലും അവസാനിപ്പിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പേരിൽ മാത്രം ഇത്തരത്തിൽ വർഗീയതയെക്കുറിച്ച് അങ്ങേയറ്റം ഹാലിളകുന്ന CPM-നെ സംബന്ധിച്ച് എന്ത് വർഗീയത നിങ്ങൾ ഇതിൽ കാണുന്നത്? നിങ്ങൾ തുടക്കം മുതൽ, ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ 1994 മുതൽ 25 വർഷം 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 14-ലെ തെരഞ്ഞെടുപ്പിലും 16-ലെ തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതേ കക്ഷികളുടെ പിന്തുണ ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇവരെ സംബന്ധിച്ച് ഇവരിപ്പോഴും പിന്നെ ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നു. അവരുടെ പിന്തുണ നൽകി അവർ പ്രകടനം നടത്തുന്നതിന് ഞങ്ങൾ എതിർക്കാൻ കഴിയുമോ? BJPക്ക് എതിർക്കാൻ കഴിയുമോ? CPM-ന് എതിർക്കാൻ കഴിയുമോ? ജനാധിപത്യപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികൾ അവരെ എന്തിന്റെ പേരിലായാലും രജിസ്റ്റർ ചെയ്തതിന്റെ പേരിലാണ് പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്നൊരു അവകാശവാദം അവർ നടത്തുന്നുണ്ട്. ആ അവകാശവാദം എന്തുകൊണ്ടാണ് കോൺഗ്രസ് തള്ളാത്തത്? ഇത് ഞാൻ തിരിച്ച് നമ്മളെല്ലാത്തിനും മറുപടി പറയേണ്ടതുണ്ട് സ്മൃതി. ഞാൻ ചോദിക്കട്ടെ, 18,840 വോട്ടിന് വിജയിച്ച ആ സ്ഥലത്ത് SDP-യുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? SDP-യുടെ മാത്രം വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ കഴിയുമോ? SDP-ക്ക് അതിനു വേണ്ടി വോട്ട് അവിടെ ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന 1,94,000-ലധികം വരുന്ന വോട്ടർമാരിൽ വോട്ട് ചെയ്തിട്ടുള്ള 1,37,000-ലധികം വരുന്ന വോട്ടർമാരിൽ ഭൂരിപക്ഷവുമാണ്. അതിൽ 59,000 പേരാണ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോഴത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മാർഗവുമില്ല എന്നിരിക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരെ സംബന്ധിച്ച് ആർക്കും, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ചും പറയാം. ഇവിടെ നമ്മൾ വസ്തുതകളെ വസ്തുതകളായി കാണണ്ടേ? നമ്മൾ എന്തിനാ ഈ പിന്നെ ഇത്തരത്തിലുള്ള ബാലിശമായ വാദങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? ശ്രീ എം പ്രകാശൻ, SDPI ഇത്തവണ UDF-ന് പിന്തുണ നൽകി എന്നുള്ളത് രഹസ്യമായി ചെയ്ത ഒരു കാര്യമല്ല, അവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അവരുടെ വോട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യവും കോൺഗ്രസ് സമ്മതിക്കുന്നു. പക്ഷേ വിജയിച്ചത് അവരുടെ തുച്ഛമായ വോട്ടുകൾക്കല്ല എന്നുള്ള കാര്യവും ആ ഫലം വെളിവാക്കി തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് SDP എന്ന വാദം, SDP വിജയിപ്പിച്ചു, SDP-യുമായ സഖ്യം, UDF-ന്റെ ഭാഗം എന്ന മട്ടിൽ CPM അവതരിപ്പിക്കുന്നത്? അപ്പോൾ അവിടെ വോട്ട് ചെയ്ത ജനത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമല്ലേ അത്? ഇവിടെ കേരളത്തില് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു പൊതു സമീപനമുണ്ട്. അത് വർഗീയ പാർട്ടികളെ പരമാവധി അംഗീകരിക്കാതിരിക്കുക. ഇതാണ് നേരത്തെ കേരളത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം പൊതുവിൽ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJPക്ക് കാര്യമായ വേരോട്ടമില്ലാത്തത്. ഈ തെരഞ്ഞെടുപ്പ് കണ്ടിരിക്കുന്ന പ്രത്യേകത എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് SDP-യുടെ വോട്ട് കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ
ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടില്ല, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കിട്ടിയിട്ടില്ല എന്നെല്ലാം എങ്ങനെയാണ് സമർത്ഥിക്കാൻ കോൺഗ്രസിനാവുക? ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി SDPIയുടെ ആളുകളെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഫോട്ടോസ് അങ്ങനെ പലതും പുറത്തു വന്നിട്ടുണ്ട്. ശ്രീഎം പ്രകാശൻ കിട്ടിയിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. നോക്കൂ, ഇപ്പോൾ ജ്യോതികുമാർ കിട്ടിയിട്ടുണ്ടെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം UDFന്റെ രാഷ്ട്രീയ വിജയമല്ല. ഒരു ഭാഗത്ത് BJPക്കാരുടെ വോട്ടുകൾ 10,000-ലേറെ വോട്ടുകൾ നേടിക്കൊണ്ടും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി അതുപോലെ വെൽഫെയർ പാർട്ടി SDPI ഈ വർഗീയ പാർട്ടികളുടെ ആകെ വോട്ടുകളുടെ പിൻബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഈ പറയുന്ന പോലെ മറ്റെന്തെങ്കിലും കാര്യം ആക്ഷേപിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ 86,000-ഓളം വോട്ടുകൾ കോൺഗ്രസിന് കുറഞ്ഞു. അതിന് അല്പം വോട്ടുകൾ കുറവായിട്ട് BJPയുടെ കാൻഡിഡേറ്റ് ജയിക്കുന്നൊരു നില വന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ വാങ്ങിച്ചിട്ടാണ്. അന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ചർച്ച എന്താ? ഇതിന് പ്രത്യുപകാരമായിട്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് BJPയുടെ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ധാരണയുണ്ട് എന്നുള്ളതാണ്. എന്തായി പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന ഒരു കാര്യം? BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന 11,000-ലേറെ വോട്ടുകൾ ഇത്തവണ കുറയുന്ന നിലയുണ്ടായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഈ വർഗീയ പാർട്ടികളാകെ, ന്യൂനപക്ഷ വർഗീയ പാർട്ടികളാകെ UDFന്റെ ഭാഗമായിട്ട് അണിനിരന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ടാണ് വിജയമെന്ന് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആരാ? ഇവിടെ കോൺഗ്രസ് അല്ല രാഹുലിൻ്റെ വിജയത്തിൽ ആദ്യമായിട്ട് പ്രകടനം നടത്തിയ പാർട്ടി SDPI ആണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത്ര വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയോടെയാണ്, അതോടൊപ്പം BJPയിൽ നിന്ന് ഒരു സെറ്റ് വോട്ടുകൾ വാങ്ങിച്ചുകൊണ്ടാണ് രാഹുൽ ജയിച്ചിരിക്കുന്നത് എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. PDPയുടെ പിന്തുണ ആർക്കായിരുന്നു? അതേ കാര്യം തന്നെയാണ്. PDPയുടെ പിന്തുണ ആർക്കായിരുന്നു? PDPയുടെ പിന്തുണയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുക്കുന്ന ഒരു നിലപാടുകൾ പറയാം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സന്ദർഭത്തിലും ഇത്തരം വർഗീയ പാർട്ടികളെ ഞങ്ങൾ സഖ്യമായിട്ട് കൂട്ടാനോ കൂട്ടുകെട്ടായിട്ട് ഉണ്ടാകാനോ ഒന്നിച്ച് മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല. PDPയുടെ വോട്ട് ഇത്തവണ ആർക്കായിരുന്നു? PDPയുടെ വോട്ട് നിങ്ങൾ കാണാൻ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. PDP വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊരു പ്രതികരണം CPM നേതാക്കളിൽ നിന്ന് കേട്ടിട്ടില്ല ശ്രീ എം പ്രകാശൻ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ. അല്ല, ഞങ്ങൾ PDPയുടെ വോട്ട് ചോദിച്ചിട്ടില്ല. SDPI കോൺഗ്രസ് ഞങ്ങളോട് UDF ഞങ്ങളോട് വോട്ട് ചോദിച്ചു എന്നല്ലോ പറഞ്ഞത്. ഇത്തവണ ഞങ്ങളുടെ പിന്തുണ അതേ വാചകമാണ് PDPയിൽ നിന്നും ഉണ്ടായത്. ഇത്തവണ ഞങ്ങളുടെ പിന്തുണ LDFിനാണ് എന്ന്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ അവർ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, നേതാക്കൾ ഒരുമിച്ചൊക്കെ നിന്നുള്ള പടങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. ശ്രീ എം പ്രകാശൻ അല്ലല്ല, വേറെ ചില ഫോട്ടോസും ഇപ്പോൾ കറങ്ങുന്നുണ്ടല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. ശ്രീ എം പ്രകാശൻ ജമാഅത്ത് നേതാക്കളുമായി സംസാരിച്ചതിന് രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിന് വേവലാതി എന്ന് പിണറായി വിജയൻ ചോദിക്കുന്ന വാർത്ത. പഴയങ്ങാടി കണ്ണൂരിൽ വെച്ച് കൈകൊടുത്തു നിൽക്കുന്ന ചിത്രം. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഞങ്ങളുമായി സംസാരിച്ചതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിനാണ് ഇത്ര വേവലാതി എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. പഴയങ്ങാടിയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേൾക്കൂ. കണ്ടു സംസാരിച്ചു. താങ്കളുടെ നാടാണല്ലോ. കണ്ടു സംസാരിച്ചു. LDFന് ഒന്ന് വായിക്കട്ടെ. LDFന് ഒരു നയമുണ്ട്. ഞങ്ങൾ അവരെ LDFിൽ എടുത്തിട്ടില്ല. നോക്കൂ, ആ വാചകമാണ്. ഞങ്ങൾ LDFിൽ എടുത്തിട്ടില്ല, എടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഒരു കൂട്ടം ആളുകൾ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് കോൺഗ്രസ് വേവലാതിപ്പെടുന്നത് എന്തിനാണെന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. എന്നിട്ട് കൈ കൊടുക്കുന്ന ആ പടവുമുണ്ട്. ഇതേപോലെ ഒരു വേവലാതിപ്പെടലാണോ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടായത്? ഫോട്ടോകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ഏതിനെ കുറിച്ചാ? 3 ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചല്ലേ? ഞാൻ ഉറപ്പിച്ച് പറയും, ഈ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ചർച്ച എവിടെയും നടന്നിട്ടില്ല. ഏതോ കാലത്ത് നടന്നിരിക്കുന്ന ഒരു വാർത്തകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്ന കാര്യം എന്താ? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വയനാട്, പാലക്കാട്, അതുപോലെ ഈ തൃശ്ശൂർ ആ തെരഞ്ഞെടുപ്പ് ജനസംഘത്തിന്റെ പാർട്ടിക്കാരുമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങള് കാലദേശാവസ്ഥകളിൽ നിന്ന് മാറിയിട്ട്
വർഗീയ സംഘടനകളുമായി ഒരു പൊതു നിലപാടുണ്ടല്ലോ. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. CPM വർഗീയ സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ടല്ലോ. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, RSSുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുണ്ട് അല്ലേ? ഇല്ല, വായക്കയറി എന്ന വാക്ക് ദയവ് ചെയ്ത് പറയരുത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. RSSുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, നിങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേട്ടില്ല. പോട്ടെ, RSSുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിലപാടുണ്ട്. SDPI എന്ന സംഘടനയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ 96-ൽ സ്വീകരിച്ച അന്നത്തെ പാർട്ടി മുഖപത്രത്തിൽ വന്ന ലേഖനം ഇപ്പോൾ നന്നായി കറങ്ങുന്നുണ്ടല്ലോ. അതിലെ വാചകങ്ങളടക്കം പലതവണ വായിച്ചു പോയിട്ടുള്ളതാണ്, താങ്കൾക്കത് അറിയാവുന്നതുമാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എന്താ പറയുക, മുസ്ലിം രാഷ്ട്രമെന്ന നിലപാട്, അങ്ങനെ ഒരു ആശയമുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ ചർച്ച നടത്തുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തിട്ട് അവർ പോലും ഞങ്ങളെ ഇതായി പിന്തുണയ്ക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നായിരുന്നു ആ ലേഖനത്തിൽ പറഞ്ഞത്. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് UDFന് വോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊരു ന്യൂനപക്ഷ സംഘടനയിൽ, ന്യൂനപക്ഷ വിഭാഗത്തിൽ തീവ്ര നിലപാടെടുക്കുന്ന ഒരു ചെറിയ സംഘടന തീരുമാനിച്ചാൽ അതിനെ എങ്ങനെയാണ് വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കാനാവുക? ഒന്ന് പറയൂ. എത്ര സാഹസപ്പെട്ടിട്ടാണ് നിങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് വാദം ഉന്നയിക്കുന്നതെന്ന് തർക്കമില്ല. തെരഞ്ഞെടുപ്പിൽ 2024 നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 96-ലെ കാര്യം കൊണ്ടുവന്നവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. 76-ലെ കാര്യം കൊണ്ടുവന്നാൽ 76-ലെ കാര്യം കൊണ്ടുവരും ജനസംഘമായിട്ട് കൂടി ചേർന്ന് ജനതാ പാർട്ടിയുമായി ചേർത്ത് മത്സരിച്ച കാര്യം പറയാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് വർഗീയത കത്തിക്കാളുന്നു. പിന്നിട്ട് പോയ 11 കൊല്ലക്കാലമായിട്ട് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വർഗീയ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാതിരിക്കുക എന്നുള്ളത് എല്ലാ ജനാധിപത്യ പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് എല്ലാ വർഗീയതയും കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. അതിന് 96-ലെ കാര്യമല്ല പറയേണ്ടത്. ഇവിടെ BJPക്കാരുടെ വോട്ട് വാങ്ങുന്നു. തൃശ്ശൂരിൽ അതിന് പകരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും വെൽഫെയർ പാർട്ടിയെയും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിപ്പിക്കുന്നു. ഇവിടെ UDF അത് സംസാരിക്കുമ്പോൾ നിങ്ങൾ 46-ൽ എന്തായിരുന്നു, അതുപോലെ തന്നെ 51-ൽ എന്തായിരുന്നു എന്നല്ല പറയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലെ നിലയെന്നാണ് നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ കഴിഞ്ഞ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ 80,000 വോട്ടുകൾ അവിടെ BJP കൊടുത്ത് ഇത്തവണ അവരുടെ 12,000 വോട്ടുകൾ നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്ന കാര്യമല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഒരു കാലത്തും ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിച്ചേർത്തിട്ടില്ല, SDPയുമായിട്ട് ഒന്നുചേർന്നിട്ടില്ല, അത് വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല. ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച ചെയ്യാണ്, SDPക്കാരുമായിട്ട് ഒന്നിച്ചെന്നോട് ചർച്ച ചെയ്യാണ്. അവരുടെ എല്ലാം വോട്ട് വാങ്ങിയെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. ജയിച്ചതിൽ SDPI ആദ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഇതെല്ലാം ഒരു പ്രത്യേകതയാണ് എന്ന് കാണാതെ കോൺഗ്രസ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഈ പഴയ കാര്യം? അത് അവർ പറയട്ടെ, അവർക്ക് അവരുടേതായ ന്യായം ഉണ്ടാവില്ല. നിങ്ങൾ ചാനലിന്റെ ആളെന്ന് പറയേണ്ട കാര്യം. പ്രകാശൻ, താങ്കൾ ഈ പറയുന്ന 2024-ലെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയത വല്ലാതെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന കാലം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഇവിടെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും BJP നയങ്ങളും ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിവസവും നിറയുമ്പോൾ ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ അപകടം എന്നതാണോ CPMന്റെ വിലയിരുത്തൽ? വ്യക്തത വരുത്തൂ. ഞങ്ങൾക്ക് ഈ വർഗീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട നിലപാട് ഞാൻ പറയാം. ഇന്ത്യയിൽ ആദ്യം പരാജയപ്പെടുത്തി ഇന്ത്യയെ രക്ഷിക്കേണ്ടത് RSSൽ നിന്നാണ് എന്ന കൃത്യമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിയുമായിട്ടും ധാരണയോ കൂട്ടുകെട്ടോ മുന്നണിയോ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, ഉണ്ടാക്കിയ ചരിത്രമില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇതെല്ലാ കാലത്തും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടാണ്. ഇപ്പോഴത്തെ സവിശേഷത എന്താ? ഇവിടെ BJPക്കാർ ഹിന്ദു വർഗീയത ശക്തിപ്പെടുത്തുമ്പോൾ ഇവിടെ അവർ ചൂണ്ടിക്കാണിക്കുന്ന വർഗീയത ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്, SDPയുടേതാണ്, വെൽഫെയർ പാർട്ടിയുടേതാണ്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹിന്ദു വർഗീയത BJP ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും വർജിക്കുക, അത് ജനാധിപത്യ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ പറയുന്നത്. എന്ത് പ്രചാരണമാണ് നടത്തിയിട്ടുള്ളത് ശ്രീ എം പ്രകാശൻ പാലക്കാട്ട്? കേട്ടില്ല, ഒന്നും പറഞ്ഞു കേട്ടില്ല. 86,000 വോട്ട് നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞ് 70,000 വോട്ട് BJP കൊടുത്തപ്പോൾ അന്നുണ്ടാക്കിയ ധാരണയാണ് BJPയുടെ വോട്ടുകൾ ഇത്തവണ നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ എന്താ ഈ 52,000 വോട്ട് കിട്ടിയിരിക്കുന്ന BJPക്ക് 12,000 വോട്ടുകൾ കുറയേണ്ട കാര്യം എന്താ രാഷ്ട്രീയ സാഹചര്യം? അപ്പോൾ ഈ ശ്രീധരന് കിട്ടിയിരുന്നത് മുഴുവൻ BJP വോട്ടുകളാണോ? ഇപ്പൊ നിങ്ങൾ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ മുഴുവൻ BJP വോട്ടുകളാണോ? BJP വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അല്ല, കിട്ടിയിട്ടുണ്ട്. ഈ ശ്രീധരന് കിട്ടിയത് മുഴുവൻ BJP വോട്ടുകളായിരുന്നോ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളത് ഇല്ലാത്ത എഴുതാപ്പുറം വായിക്കുന്നേ. ഞങ്ങൾ പറഞ്ഞ കോൺഗ്രസിന്റെ വോട്ടുകളുടെ കൂടെ
BJPയുടെ വോട്ടുകൾ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ട്. SDPIയുടെ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ വർഗീയ പാർട്ടികളുടെ വോട്ടുകൾ കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതിലെ അപകടം എന്താണെന്ന് അറിയാമോ? ശ്രീ എം പ്രകാശൻ, നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതിലെ അപകടം എന്താണെന്ന് അറിയാമോ? അത് ഏറ്റുപിടിച്ച് BJPയും അതും ആവർത്തിക്കുന്നുണ്ട്. BJPക്കും നിങ്ങൾക്കും ഒരേ പ്രചാരണായുധങ്ങളായിരുന്നു ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറയുകയാണ്, SDPI പോലുള്ള സംഘടനയ്ക്ക് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒന്നാകെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്ന്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന ന്യൂനപക്ഷ വോട്ട് മുഴുവൻ SDPയുടേതാണ് എന്ന രൂപത്തിലാക്കുകയും SDPയെ അങ്ങ് വലിയ ഒരു സംഘടനയാക്കി വളർത്തുകയും ചെയ്യുന്നുണ്ടോ CPM? അതിനൊരു മറുപടി. അത് സുരേന്ദ്രന്റെ മറുപടിയാണ്, ഞങ്ങളുടെ മറുപടിയല്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കിട്ടിയിരിക്കുന്ന മുഴുവൻ വോട്ടുകളും, ഈ പാലക്കാട് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ വോട്ടുകളും ഈ പറയുന്ന SDPയുടെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയോ BJPയുടേതാണെന്നല്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവരുടെ പിന്തുണയോടെയാണ് എന്നാണ്. അത് അധാർമികതയാണ്. ഇന്ന് കെ സുരേന്ദ്രൻ, ഒരു മിനിറ്റ്, താങ്കൾ ഈ 86 ഒന്നും പറയേണ്ട എന്നല്ലേ പറഞ്ഞ ശ്രീ എം പ്രകാശൻ? 86 പറയുന്നില്ല. ഇന്ന് കെ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളാണ്. താങ്കൾക്ക് കൃത്യമായി മറുപടി നൽകാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന നിറം മാറ്റമാണ് നിങ്ങളുടേത് എന്നുള്ളതാണ്. അത് തന്നെ ലീഗും സംശയിക്കുന്നു. അടവ് നയമാണ്. കാരണം അതുവരെ നിങ്ങൾക്ക് ലീഗ് നല്ല പാർട്ടിയായിരുന്നു. ഇപ്പോഴാണ് SDPയുമായി കൈകോർക്കുന്ന പാർട്ടിയായത്. ഇപ്പോൾ LDFന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിക്കാൻ ധാർമ്മിക അവകാശമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ SDPയുമായി ചേർന്നാണ് നിങ്ങൾ കട്ടാങ്കൽ പഞ്ചായത്ത് ഭരിക്കുന്നത്. പത്തനംതിട്ടയിലെ കോട്ടുകാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി LDF ഭരിക്കുന്ന SDPയുമായി ചേർന്നാണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ SDPയുമായി സഹകരിച്ചു ഭരിക്കുന്നു. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ വന്ന അവിശ്വാസം SDPയുടെ സഹകരണത്തോടെയാണ് നിങ്ങൾ നടപ്പാക്കിയത്. ഇതാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അതിനൊരു മറുപടിയുണ്ടോ? ഇതിൽ ഞങ്ങൾ ലീഗിനോട് എടുക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. ലീഗ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു പാർട്ടിയാണ്. പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്നത് മുസ്ലിങ്ങളെ ആകെയല്ല, മുസ്ലിങ്ങളിലെ സമ്പന്നന്മാരെയാണ്. നേരത്തെ ഈ ന്യൂനപക്ഷ മേഖലയിൽ ഉയർന്നു വന്നിരിക്കുന്ന വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ലീഗ് ശ്രമിച്ചിരുന്നു. എന്നാൽ സമീപകാലത്തായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും വർഗീയമായി കാണാനും ന്യൂനപക്ഷ വർഗീയതയെ കൂടി കൂട്ടിക്കൊണ്ട് കേരളത്തിൽ UDFനെ ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വർഗീയ പാർട്ടിയുടെയും പിൻബലത്തോടെ ഞങ്ങൾ ഇവിടെയും ഭരിക്കുന്ന പ്രശ്നമില്ല. അത് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടേക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് അച്ചടക്കലംഘനമാണ്, ആ സംഘടനാ തീരുമാനത്തിന് വിരുദ്ധമാണ്. പിന്നെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ വോട്ടെടുപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. പഞ്ചായത്തുകളിൽ അവിശ്വാസ പ്രമേയം വരുമ്പോൾ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി കഴിയില്ല. അവിടെയുള്ള പിന്നെ വോട്ട് എങ്ങനെയാണ്? ഭൂരിപക്ഷം നോക്കിയിട്ടുള്ള വോട്ടറല്ലോ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ, ഒറ്റ കൈമാറ്റ വോട്ടല്ലേ. അപ്പോൾ അവിടെ അധികാര സ്ഥാനങ്ങൾ വരുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ ഒരു പഞ്ചായത്തിലും, ഗ്രാമപഞ്ചായത്ത് ആവട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ, ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, ഈ പറയുന്ന വർഗീയ പാർട്ടികളുടെ പിൻബലത്തോടെ ഞങ്ങൾ ഭരിക്കുന്ന പ്രശ്നമില്ല. ഈ പഞ്ചായത്ത് അല്ലെ, പറപ്പൂർ പഞ്ചായത്ത്, ഇതൊക്കെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. പറപ്പൂരിന്റെ ചിത്രം തന്നെ വന്നിട്ടുണ്ട്. SDPI വെൽഫെയർ പാർട്ടി PDP സഹായത്തോടെ പറപ്പൂരിൽ CPMന്റെ പ്രസിഡന്റ് സ്ഥാനം. നിങ്ങൾ താങ്കൾ ഈ പത്രക്കട്ടിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പത്രക്കട്ടിങ്ങൾ വായിക്കുന്നത്. ഇതിവിടെ അല്ല, പത്രക്കട്ടിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ ഭൂരിപക്ഷം പത്രവും നമുക്കെതിരായിട്ട് എന്തെല്ലാം വാർത്തകൾ ഫോട്ടോസാണ്. അവിടെ പത്രക്കട്ടിങ്ങൾ മാത്രമൊന്നും കേരളത്തിൽ ആശ്രയിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം. അതെന്താന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഇവരിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ കൂട്ടുകെട്ട് വെച്ചുകൊണ്ട് അല്ല പിന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് വരിക. ഒറ്റ കൈമാറ്റ വോട്ടാണ്. ഒറ്റ കൈമാറ്റ വോട്ടനുസരിച്ചിടത്തോളം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും പാർട്ടി മറ്റ് മുന്നണിയില്ലാത്ത പാർട്ടി വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഒരു പഞ്ചായത്തിലും ഇവരുമായിട്ട് മുന്നണിയായിട്ട് ഞങ്ങൾ മത്സരിച്ച പ്രശ്നമേയില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ. കേരളത്തിലുള്ള ഒരൊറ്റ പഞ്ചായത്തിലും BJP ആയിട്ടോ ഈ പറയുന്ന SDPI, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ പിന്നെ വെൽഫെയർ പാർട്ടി ഇവരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് മത്സരിച്ച ഒരൊറ്റ പഞ്ചായത്ത് ഈ കേരളത്തിൽ എവിടെയില്ല. അങ്ങനെ എവിടെയെങ്കിലും മത്സരിച്ചെങ്കിൽ അത് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമാണ്. ഞങ്ങൾ അതിന് സംഘടനാപരമായിട്ട് നടപടിയെടുക്കും. രാജ്യത്തെ പ്രധാനമായിട്ട് കാണുന്നവരാണ് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ പഞ്ചായത്ത് എല്ലാ കാലത്തെയും. അപ്പൊ ഇപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഒന്നിച്ച് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്ക്. ഞങ്ങൾ ഒന്നിച്ച് മുന്നണിയായിട്ട് വോട്ട് തരണമെന്ന് പറഞ്ഞ് മത്സരിച്ചിരിക്കുന്ന ഒരു മുന്നണി ഒരു കാരണവശാലും BJP ആയിട്ടില്ല, SDPI ആയിട്ടില്ല, ജമാഅത്ത് ഇസ്ലാമി ആയിട്ടില്ല, വെൽഫെയർ പാർട്ടിയുമായിട്ടില്ല. അവരുമായിട്ട് മുന്നണിയോ കൂട്ടുകെട്ടോ ധാരണയോ ഒരു ഭരണ സംവിധാനത്തിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയില്ല.
ഈ നിലപാട് പറയാൻ ഞങ്ങൾക്കേ ആവൂ. ഞാൻ അടുത്ത ഘട്ടത്തിൽ കുറച്ച് കണക്കുകളും കുറച്ച് സ്ഥലങ്ങളിലെ വിശദാംശങ്ങളും താങ്കൾക്ക് അടുത്ത ഘട്ടത്തിൽ തരാം. നമ്മൾ രണ്ടുപേരും മാത്രമായാലും ചർച്ച ചെയ്ത് പ്രകാശ് ബാബു, ഇപ്പോൾ SDPI വോട്ട് കൊണ്ടാണ് UDF പാലക്കാട് ജയിച്ചത് എന്നൊരു അഭിപ്രായം BJPക്ക് ഉണ്ടോ? സ്മൃതി, എനിക്ക് ഈ SDPIയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ രണ്ട് മുന്നണികളുടെയും അപഹാസ്യപരമായിട്ടുള്ള നിലപാട് കാണുമ്പോൾ ഈ പ്രേക്ഷകരെല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തുന്നുണ്ടാവും. നോക്കൂ, ഈ SDPI എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ്. ആ ഭീകര രാഷ്ട്രീയ രൂപത്തെ പൊത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ തീവ്രവാദി കുഞ്ഞുങ്ങളെ പാലക്കാടിൻ്റെ ടൗണിൽ കോൺഗ്രസ്സുകാർ ഉമ്മ കൊടുത്ത് തെരുവിൽ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവരുമായിട്ട് ഒരു സ്ഥലത്തും ബന്ധമില്ല, ഞങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ SDPIയുടെ വോട്ട് ഞങ്ങൾ വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്ന നിലപാട്. കുറച്ചൊരു സമയം തരണം സ്മൃതി, ഞാൻ ഇവരുടെ യഥാർത്ഥ മുഖം കാര്യകാരണ സഹിതം തീയതി സഹിതം ഞാൻ ഈ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു തരാം. നോക്കൂ, 2019 UDFിൻ്റെ കേരളത്തിലെ രണ്ട് പ്രബല നേതാക്കളായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ ET മുഹമ്മദ് ബഷീറും കൊണ്ടോട്ടിയുള്ള KTDCയുടെ 105ാമത്തെ റൂമിൽ വെച്ച് മലപ്പുറം പൊന്നാനി സീറ്റിൽ SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. അതിപ്പോൾ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതുമാണ്. അത് കഴിഞ്ഞ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ കേരളത്തിൽ UDFിനായിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകരോടൊപ്പം ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്നാൽ 4 ദിവസം മുമ്പ് കോഴിക്കോട് SDPIയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് സത്യപ്രതിജ്ഞ അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലെ 2 വരി ഞാൻ കേൾപ്പിക്കുക സ്മൃതി. ഞങ്ങൾ ഒരു ചർച്ചയും ചെയ്യാതല്ല, 16 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ, അത്യാവശ്യം രാഷ്ട്രീയ വിജ്ഞാനമൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇത് വൺ സൈഡായിട്ട് ഞങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ പറയും, ചർച്ച ചെയ്തിട്ട് തന്നെയാണ് പിന്തുണ കൊടുത്തത്. 2024 ലോക്സഭ, അതായത് ആ പത്രസമ്മേളനത്തിൻ്റെ ഒരു 21ാമത്തെ മിനിറ്റ് മുതൽ സ്മൃതി ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും. ഇനി വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം നോക്കൂ, നിങ്ങൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മാത്രമാണോ ഇവർ ഈ ഭീകര സംഘടനയുടെ വോട്ട് വാങ്ങി? ഇപ്പോൾ സ്മൃതി ചോദിച്ചല്ലോ, ആ പ്രകാശം മാസ്റ്റർക്ക് അത് നിഷേധിക്കാൻ സാധിക്കുന്നില്ല. പ്രകാശ് മാസ്റ്ററോട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പറഞ്ഞുതരാം. കോട്ടാങ്ങൽ പഞ്ചായത്ത് CPIഎമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ ബിനു ജോസഫ്, അതായത് വയർപൂർ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ബിനു ജോസഫ്. അവിടെ ജമീല എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് SDPI ആണ്, CPIഎം നേതാവ് പ്രസിഡന്റാണ്. നിങ്ങൾക്കുള്ള സീറ്റ് 4 സീറ്റാണ്. CPIക്കുള്ള 1, SDPIക്കുള്ള 1, BJPക്കുള്ളത് 5. നിങ്ങൾ എങ്ങനെയാണ് പ്രകാശം മാഷെ കെട്ടിപ്പുണർന്നല്ലേ അവിടെ ഭരിക്കുന്നത്? നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ച ബിനുവിനോടൊന്ന് രാജിവെക്കാൻ പറ. പത്തനംതിട്ടയിൽ ആമിന ഹൈദ്രോസ് വൈസ് ചെയർമാനായത് എങ്ങനെയാണ്? മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളല്ലേ അവിടുത്തെ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, CPIഎമ്മിൻ്റെ നേതാവല്ലേ, നിങ്ങളല്ലേ ചെയർമാൻ? എങ്ങനെയാ SDPIയുടെ പിന്തുണയിൽ ജയിച്ചിട്ടുള്ള ആൾ? ഇനി പോട്ടെ, SDPIയുടെ പിന്തുണ എന്ന് നിങ്ങൾ പറയും. അവിടെയുള്ള ഷമീർ എന്ന് പറയുന്ന SDPI നേതാവ് വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിരം കമ്മിറ്റി ചെയർമാൻ എങ്ങനെയായിട്ടുള്ളത്? നോക്കൂ സ്മൃതി, സമാനമാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഷമീമ ടീച്ചറാണ് ബ്ലോക്ക് പ്രസിഡന്റ്. BJPക്ക് 6 സീറ്റ്, UDFിന് 6 സീറ്റ്. അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന SDPIയുടെ നേതാവിൻ്റെ പിന്തുണയോടുകൂടിയാണ് 4.5 കൊല്ലം ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ചാമക്കാലയുടെ പാർട്ടി അവിടെ ഭരിക്കുന്നത്. അവിടെയും കഴിഞ്ഞിട്ടില്ല. കൊല്ലം ജില്ലയിലെ പോരുവഴി, ആ പോരുവഴിയിലെ നിങ്ങൾ നോക്കണം, BJPക്ക് 5, കോൺഗ്രസിന് 5. ബിനു മംഗലത്ത് എന്ന് പറയുന്ന INTUCയുടെ നേതാവാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട ചാമക്കാല പറയട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കേരളത്തിൽ തരാതരം ഈ 2 മുന്നണികളും ഈ ഭീകരവാദികളുടെ പിന്തുണ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പ്രകാശം മാസ്റ്ററുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2018 ജൂലൈ മാസം 2 നമ്മൾ ഇടുക്കിയിലെ വട്ടവടയിലെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം സെക്കൻഡ് DC കെമിസ്ട്രി വിദ്യാർത്ഥിയായിട്ടുള്ള അഭിമന്യുവിനെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയപ്പോൾ അന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് വെമ്പായം പഞ്ചായത്തിൽ SDPI യോജിച്ച് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ഇതൊന്നും കേരളം മറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ ഭീകരവാദ സംഘടനകളുമായി നിങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും സഖ്യം ചേർന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ വർഗീയതയ്ക്കെതിരെയുള്ള നിലക്കാത്ത പോരാട്ടമാണ്.
മതനിരപേക്ഷ കേരളം, മതനിരപേക്ഷ ഭാരതം, ഇങ്ങനെ നല്ല ഇമ്പം കൊള്ളുന്ന മുദ്രാവാക്യം ഒരു ഭാഗത്ത് പറഞ്ഞ് ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ പോയിട്ട് ഈ ഭീകരവാദികളുമായി സന്ധി ചെയ്യും. ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് ചോദിച്ചത് STPI എന്ന പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട്, അതിനെ നിരോധിച്ചിട്ടില്ലെന്നോ. ഞാൻ അവരോട് പറയുന്നത്, ജ്യോതികുമാർ ചാമക്കാലോട് പറയുന്നത്, നിങ്ങളറിയോ പ്രൊഫസർ കോയ, അതേപോലെ തന്നെ ഈ അബൂബക്കർ, ഇവരൊക്കെ ജയിലിലാണ്. STPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്മാൻ ജയിലിലാണ്. ഈ പ്രൊഫസർ കോയയാണ് STPIയുടെ സ്ഥാപക നേതാവും പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ സമിതി അംഗവും. ഈ അബൂബക്കറാണ് ഇതിന്റെ സ്ഥാപക നേതാവും സംസ്ഥാന പ്രസിഡന്റും. ഇങ്ങനെ ഈ ഭീകരവാദ സംഘടനകളുമായി നിങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇനി രണ്ടാമത് സ്മൃതി, ഈ പാലക്കാട് നിങ്ങൾ പറയുന്ന വലിയൊരു പാർട്ടിയാണ് STPI എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു അപകടമുണ്ട്. അവിടെ എന്താ അപകടം? അവിടെ ഏകദേശം ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം 96,000-ഓളം വോട്ട് വരുന്നുണ്ട്. ഈ 96,000-ഓളം വോട്ടിൽ അതിന് 23% പോൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്കിന് അറിയാം. 36,000 വോട്ടാണ് അത് പോൾ ചെയ്യുന്നത്. ഈ 36,000 വോട്ട് പോൾ ചെയ്യുന്ന ഈ മുസ്ലിം ന്യൂനപക്ഷ വീടുകളിൽ പോയി ഗ്രീൻ ആർമി വേറെ, വാട്സപ്പ് സ്ക്വാഡ് വേറെ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടില്ലേ? ഒരു ഉദാഹരണം മാത്രം ഞാൻ സ്മൃതിയുടെ മുന്നിലൂടെ അവതരിപ്പിക്കാം. ഞാൻ അവിടെ പാലക്കാട് 64-ാം നമ്പർ ബൂത്തിലാണ് മുഴുവൻ സമയം പ്രവർത്തിച്ചത് സ്മൃതി. ആ ബൂത്തിൽ 1028 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ 390 ന്യൂനപക്ഷ വോട്ടാണ്, മുസ്ലിം സഹോദരന്മാരുടെ വോട്ടാണ്. 130-140 ന്യൂനപക്ഷ വീടുകളാണുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ എല്ലാ വീടുകളിലും ഇതാ നിങ്ങൾ പറയുന്ന STPIയുടെ ഞാൻ ഈ കാണിക്കുന്ന ഈ പോസ്റ്ററുകൾ എന്തിനാ കൊണ്ടുപോയി കൊടുത്തത്? എന്തിനാണ് ഈ പ്രകാശൻ മാസ്റ്ററുടെ ഈ പത്രത്തിലുള്ള പരസ്യം കൊണ്ടു കൊടുത്തത്? ഞങ്ങളിൽ 1-2 വീട്ടിൽ ചോദിച്ചു, ആരായതുകൊണ്ട് ഞങ്ങൾ അറിയില്ല, രാവിലെ മുറ്റത്ത് കാണുന്നു. ഇങ്ങനെ വളരെ ആസൂത്രിതമായി 23% എന്ന് പറയുന്ന വലിയൊരു സംഖ്യയുള്ള മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് നേടാൻ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. അതിന് STPI നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത്, STPIയുടെ നിങ്ങളുടെ നിലപാട് വർഗീയതയുടെ വോട്ട് വേണ്ട എന്നാണല്ലോ. വർഗീയതയുടെ വോട്ട് വേണ്ട എങ്കിൽ നിങ്ങൾ STPIയുടെ വോട്ട് വേണ്ട എന്ന് പറയണമെന്നേ. ആ നിലപാട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. STPIയുടെ വിദ്വേഷത്തിന്റെ ഇത്തരത്തിലുള്ള ലഘുലേഖകളും പോസ്റ്ററുകളും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. BJP CPM ഡീലിനെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് BJPയുടെ വോട്ട് വെച്ച് കാണിച്ചുകൊണ്ടാണ് ഇവർ വീടുകളിൽ പോയിട്ടുള്ളത്. പ്രകാശ് ബാബു, നിലവിൽ അവർ നിരോധിത സംഘടനയല്ല. അവർക്കൊരു ജനാധിപത്യ സംവിധാനത്തിൽ അവർക്കൊരു രാഷ്ട്രീയ നിലപാടെടുക്കാം. ആ രാഷ്ട്രീയ നിലപാട് ഇത്തവണ ഞങ്ങൾ UDF-നൊപ്പമാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഫലം വെച്ച് അവർക്കൊരു നോട്ടീസ് വീടുകളിൽ കൊടുക്കുന്നതിന് എന്താണ് തടസ്സം? ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് തടസ്സം? നിയമപരമായി എന്താണ് തടസ്സം എന്ന് വിശദീകരിക്കാം. അല്ല സ്മൃതി, ഞങ്ങൾ പറയാം, ഞങ്ങൾ STPയുമായി സന്ധി ചെയ്തു എന്നുള്ള രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് പോയിട്ട് ഈ ചാവക്കാടുള്ള പുന്നൻ ഔഷാദിന്റെ കുടുംബത്തോടും അതേപോലെ തന്നെ LDFന് അങ്ങനെ ഉണ്ടെങ്കിൽ വട്ടവടയിലുള്ള അഭിമന്യുവിന്റെ കുടുംബത്തോടും പറയട്ടെ. ഞങ്ങൾ പറഞ്ഞു ഇതങ്ങ് അംഗീകരിക്കുന്ന എന്താ? പരസ്യമായിട്ട് പറ ജ്യോതികുമാർ, ഞങ്ങൾ STPയുടെ ആ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. എന്തേ നിങ്ങൾ RSSന്റെ വോട്ട് വേണ്ട എന്നൊക്കെ നിങ്ങൾ പരസ്യമായിട്ട് പറയല്ലോ. നിങ്ങൾക്ക് എന്തേ STPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമില്ലാത്തത്? സ്മൃതി, നിങ്ങൾ നിരോധിത സംഘടനയല്ല എന്ന് ചോദിക്കുമ്പോൾ ഭീകരവാദികളൊക്കെ തന്നെ ഇതിന്റെ നേതാക്കളാണ്. സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം SDPI അവിടുത്തെ മുഴുവൻ ന്യൂനപക്ഷത്തെയും സ്വാധീനിച്ചിരിക്കുന്നു. ആ സ്വാധീനത്താലാണ് ന്യൂനപക്ഷം UDFന് വോട്ട് ചെയ്തതെന്ന്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത്? നിങ്ങളുടെ വോട്ട് എങ്ങനെ പോയി എന്നുള്ള കാര്യം പരിശോധിച്ചോ? എങ്ങോട്ടായി പോയത്? അല്ലല്ല, അങ്ങനെയാണ് സ്മൃതി ആദ്യം ഉത്തരം പറയേണ്ടത്. ഈ സ്മൃതിയുടെ ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായിട്ടുള്ള റോഷിപാൽ ചെയ്ത തെറ്റെന്താ? റോഷിപാൽ STPI ബന്ധം റിപ്പോർട്ട് ചെയ്തതാണോ? സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലല്ലേ റിപ്പോർട്ടർ? റോഷിപാൽ എന്ന നിങ്ങളുടെ റിപ്പോർട്ടർ, ആ റിപ്പോർട്ടറെ വെച്ച് ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രതിനിധി ഭീഷണിപ്പെടുത്തിയല്ലോ. നാളെ മുതൽ അന്ത്യശാസനം തന്നല്ലോ. തെരഞ്ഞെടുപ്പിന്റെ രാത്രി ഇതേ 15 മിനിറ്റോളം നഗരത്തിലെ വോട്ട്, മൂത്താന്തറയിലെ വോട്ട്, നഗരസഭയിലെ വോട്ട്, മൂത്താന്തറയിലെ വോട്ട് എങ്ങനെ പോയി? നിങ്ങൾക്ക് എങ്ങനെ പോയി? പ്രകാശ് ബാബു, നിങ്ങൾ ഈ SDPI ബന്ധം അവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തെ പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല? നിങ്ങളുടെ വാദത്തിന് ഭൂരിപക്ഷ സമുദായത്തെ പോലും സ്വാധീനിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല ശ്രീ പ്രകാശ് ബാബു?
എന്തിനാണ് അൽ അമീനിനെ വെച്ചത്? നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങളുടെ വാദങ്ങൾ എന്തുകൊണ്ടാണ് അവിടുത്തെ 70% വരുന്ന ഭൂരിപക്ഷ സമുദായം തള്ളിക്കളഞ്ഞത്? സ്മൃതി, ഈ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ കൂട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന റോഷി പാലിനെ ആ ഫോക്കസ് ചെയ്തിൽ നിന്ന് മാറ്റി അൽ അമീനെ കൊടുത്ത്, ഇത് നിങ്ങൾ കോൺഗ്രസിന്റെ ഏത് നേതാവ് പറഞ്ഞിട്ടാ മാറ്റിയേ? ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ പ്രേക്ഷകരല്ലേ, പൊതുസമൂഹത്തിന് അറിയണ്ട. അതുകൊണ്ട് ഈ മൃദു സമീപനത്തിന് കോൺഗ്രസിനെ വെള്ളപൂശാൻ വല്ലാതെ സ്മൃതി ഞങ്ങളുടെ റിപ്പോർട്ടുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കാറുണ്ട്. അതിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെടേണ്ട. ഏത് റിപ്പോർട്ടർ എവിടെ പ്രവർത്തിക്കണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും തീരുമാനിക്കാൻ വേണ്ട. താങ്കൾ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കേണ്ട പ്രകാശ് ബാബുവിന് ഭൂരിപക്ഷ വിഭാഗം നിങ്ങൾക്ക് വോട്ട് തരാത്തതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് പറയുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ബ്രേക്ക് പ്രകടനം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു സഹപ്രവർത്തകനെ ക്രൂശിക്കപ്പെടാൻ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ SDPI, നിങ്ങളുടെ പ്രശ്നം ഇവിടെ SDPIയും സകല ഭീകരവാദ സംഘടനകളും കൂടി ഈ രണ്ട് മുന്നണികളെയും വരിഞ്ഞു മുറുക്കിയാലും നാട്ടിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കിയാലും കലാപമുണ്ടാക്കിയാലും ഭീകരപ്രവർത്തനം ഉണ്ടാക്കുക ഒന്നുമല്ല നിങ്ങളുടെ പ്രശ്നം. BJP തോക്കണം. ആ ഭീകര മതേതരത്വത്തിന്റെ വക്താക്കൾ, സ്നേഹക്കട തുറന്നവർ, മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാർ, ഇവര് ഏത് ഭീകരവാദ സംഘടനകൾ പിടിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമല്ല. നോക്കൂ, PDP, ഈ പ്രകാശ് മാഷ് പറയട്ടെ, 2009 ഈ PDPയുടെ രാജ്യവിരുദ്ധ കേസ് നിലനിന്നിരുന്ന അബ്ദുൽ നാസർ മദനിയുമായി നിങ്ങൾ സഖ്യം ചേർന്നിട്ടുണ്ട്. ആ PDPI ഇപ്പം നിങ്ങൾ ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ കൂട്ടിലങ്ങാടിയിൽ നിങ്ങൾ ഈ പാർട്ടികളുമായി, ഈ വർഗീയ പാർട്ടികളുമായി ചേർന്നിട്ടുണ്ട്. നിങ്ങൾ മുക്കം മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്മൃതി, ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇത് നിങ്ങളുടെ നിലപാടുകൾ സത്യസന്ധമാണെങ്കിൽ, രണ്ട് പാർട്ടികളുടെയും നിലപാട് സത്യസന്ധമാണെങ്കിൽ പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ ആദ്യം രാജിവെക്കട്ടെ, കോട്ടാങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കട്ടെ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കട്ടെ. ഇതാണ് നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത്. കൊല്ലം പോരുവൈ പ്രകാശ് ബാബുവിന്റെ ആരോപണത്തിന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല താങ്കൾക്ക് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ SDPI പിന്തുണ നൽകി, അത് അവരുടെ നിലപാടായിരുന്നു, അവരുടെ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞു. അതിലപ്പുറമുള്ള ആരോപണങ്ങളായി നേരത്തെ M പ്രകാശൻ അടക്കം ഉന്നയിച്ച ഒരു ആരോപണം എന്നുള്ളത്, നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് അങ്ങനെ ഒരു ചർച്ച നടത്തുകയോ അതോ SDPIയുടെ പാർട്ടി ഓഫീസിൽ നിങ്ങൾ പോയി ചർച്ച നടത്തുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ ഒരു പിന്തുണ അതേ ഒരു വഴിക്ക് വരുന്നു, അതങ്ങ് സ്വീകരിക്കുന്നു എന്നതിലപ്പുറമുള്ള ചർച്ചകളിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം വേറെയാണ്. ശ്രീ ചാമക്കാല. ഞാനേ ഈ പറയുമ്പോൾ ഞാൻ ആദ്യം BJPയുടെ നേതാവ് പറഞ്ഞതിന് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ SDPI പിന്തുണ നൽകിയതുകൊണ്ടാണ് ഞങ്ങൾ. എന്തിനാ നിങ്ങൾ ഇത്തരത്തിൽ വർഗീയമായ ചേരിതിരിവ് നിങ്ങളുടെ ആവശ്യമാണ്. ഈ സംസ്ഥാനത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഇത്തരത്തിൽ SDPI അതുപോലെ പിന്നെ വെൽഫെയർ പാർട്ടിയെയും ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് വർഗീയമായ ചേരിതിരിവുണ്ടാക്കി നിങ്ങൾക്ക് രാഷ്ട്രീയമായ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് നിങ്ങളുടെയും CPMന്റെയും നയം. ഇവിടെ നോക്കൂ, ഇവിടെ അദ്ദേഹം പറഞ്ഞു പിന്നെ തീവ്രവാദികളായ കോയയെക്കുറിച്ച്, ഉസ്മാനെ കുറിച്ചൊക്കെ പറയുന്നു. ഇവിടെ 11 വർഷമായി കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ? നിങ്ങൾക്ക് ഇവരെ പിടിച്ച് അകത്തിട്ടൂടെ? നിങ്ങൾ ഇവർ തീവ്രവാദികളാണെങ്കിൽ, ഇവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിലാണെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നിങ്ങൾ നിരോധിച്ചൂടെ? നിങ്ങളെയും നിരോധിക്കപ്പെട്ടുള്ള സംഘടനയാണല്ലോ RSS. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കൂ. അവർ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചും SDPIയെ സംബന്ധിച്ചും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് പാർട്ടികൾ. അവരെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർ എന്റെ സഖാവേ, താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്ന ആളല്ലേ, കേട്ടോണ്ടിരിക്കുക. അപ്പോ നിങ്ങൾ പിന്നെ ഇതിന്റെ നേതാക്കന്മാരെല്ലാം തീവ്രവാദികളാണെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ നിരോധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പരിഹാര മാർഗം രാഷ്ട്രീയമായി കണ്ടെത്തുന്നത് കഴിയുമോ? കഴിയത്തില്ലല്ലോ. പിന്നെ വന്ന് വീരവാദം പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ? ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. ഈ പാലക്കാട് അസംബ്ലി നിയമനത്തിലല്ല, പാലക്കാട് അസംബ്ലി നിയമനത്തിൽ നിങ്ങൾക്ക് 5% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം UDFന് ഉണ്ടായി കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ലീഡ് മറികടന്നുണ്ട്. 10,000 വോട്ട് മറിഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ 5,000 വോട്ടിന്റെ ലീഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം SDPIക്ക് വിചാരിച്ചതുകൊണ്ടാണോ? നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയതുകൊണ്ട്. അതിനെക്കുറിച്ച് ആദ്യം പഠിക്കുക. ഇപ്പോ പിന്നെ ദേശീയ കൌൺസിൽ അംഗം പറയുന്നതാണ്, അവിടെ ചുമതല കൊടുത്തിരുന്ന പ്രഭാരി അവിടെ AC റൂമിൽ കിടന്ന് ഉറങ്ങിയായിരുന്ന. മറ്റേ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുന്നതാണ് സ്ഥാനാർത്ഥി നിർണ്ണയം മോശമായിരുന്നാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? കൃഷ്ണദാസ് വർഷത്തിനെതിരായിട്ട് പറയുന്നു. കൃഷ്ണദാസ് വർഷം കെ സുരേന്ദ്രൻ വേണ്ടുന്നു. V മുരളീധരൻ മറ്റൊന്ന് പറയുന്നു. നിങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഇപ്പൊ കേന്ദ്രസേന വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുക പാലക്കാട്ട്. അത് ഞങ്ങൾ കാരണമാണോ? നിങ്ങളുടെ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നം ഇത്രയും രൂക്ഷമായത്, നിങ്ങൾ പരാജയപ്പെട്ടത്, നിങ്ങൾ പുറകോട്ട് പോയത്? അപ്പോ അതൊന്നും വേണ്ട. ജനാധിപത്യത്തിൽ ആ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെല്ലാം ആളുകൾ തീവ്രവാദികളാണ്, അതുകൊണ്ട് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പറ്റുമോ?
ഇല്ല. അപ്പോ വോട്ടർ പട്ടികയിൽ ട്രാൻസ്പെറന്റ് ആയി ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്ത ഒരു വോട്ടർ പട്ടിക പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്, ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. അത്തരത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് വർഗീയത വിളമ്പാതിരിക്കും സഹോദര. ഒരു ചെറുപ്പക്കാരനല്ലേ, ഇത്രയും വർഗീയതയാകാതിരിക്കും. നിങ്ങൾക്ക് പിന്നെ വർഗീയത പറഞ്ഞാൽ മതിയാവും, അത് വേറെ വിഷയം. അപ്പോട്ടെ, ഞാൻ അത്രയും മാത്രമേ BJP കുറിച്ച് പറയുന്നുള്ളൂ. അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് BJP നടന്നുകൊണ്ടിരിക്കുന്ന തമ്മിൽ തല്ല് എന്ന് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി ഞാൻ CPM-ലേക്ക് വരാം. CPM-ലേക്ക് വന്നപ്പോൾ എന്താ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയോ കണ്ടു. ഞാൻ ഇതൊന്ന് ഫോക്കസ് ചെയ്തേ. ഈ ഫോട്ടോ, ഇതിനകത്ത് ഈ കാണിക്കുന്ന ഫോട്ടോ, ഈ ഫോട്ടോയിലുള്ളത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൾ അസീസുമായി സംഭാഷണത്തിൽ എന്ന് കാണിക്കുന്ന ഫോട്ടോയാണ്. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വന്നിട്ടുള്ളത് പിന്നെ മാധ്യമത്തിലാണ്. ഈ ലേഖനം എഴുതിയിട്ടുള്ള ആളുടെ പേര് അബ്ദുൾ റഹ്മാൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാതിരിക്കാൻ നിർവാഹമില്ല. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ കണ്ട് വിശദമായി ചർച്ചകൾ നടത്തുകയും ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാൻ ജമാഅത്തിന്റെ പിന്തുണ തേടുകയും ചെയ്തിരുന്നു. അതുപ്രകാരം CPM സ്ഥാനാർത്ഥികൾ പലരെയും ജമാഅത്ത് പിന്തുണയ്ക്കുകയും ചെയ്തു. അതേ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവനിൽ വെച്ച് ഇന്നത്തെ വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ SQR ഇല്യാസ്, ജമാഅത്തിന്റെ ഇന്നത്തെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ പ്രൊഫസർ KS സിദ്ദിഖ് ഹസൻ എന്നിവർ CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ളയുമായി സവിസ്തരം ചർച്ചകൾ നടത്തിയത്. പാർട്ടിയുടെ കൊൽക്കത്ത കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിനെതിരാവിലെ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്ന് ചർച്ചകൾക്ക് ദൃക്സാക്ഷിയായ ഞാൻ എന്ന് പറഞ്ഞാൽ അബ്ദുൾ റഹ്മാൻ ഇത് എഴുതിയ ആൾ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിഷേധാർത്ഥത്തിലാണ് SRP പ്രതികരിച്ചത്. കേരള നിയമസഭയിലേക്ക് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം പിന്തുണ തേടൽ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഇളമരം കരീം അടക്കം ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിഷേധിച്ചിട്ടുണ്ടോ നിങ്ങൾ? സഖാവെ, നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോഴെല്ലാം അവർ ജനാധിപത്യവാദികളും മതേതരവാദികളുമാണ്. നിങ്ങൾക്ക് പിന്തുണ തന്നില്ലെങ്കിൽ അവർ വർഗീയവാദികളാണ്. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്, അവസരവാദ സമീപനം, അത് എന്ന് നിങ്ങൾ അവസാനിപ്പിക്കുന്നോ അന്നേ നിങ്ങൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും വലിയ വാദഗതിയൊന്നും വേണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞത്. അവിടെ വോട്ട് ഷെയർ താങ്കൾക്ക് എത്രയാണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണം 1,37,000 വോട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് വെറും 37,000. നിങ്ങൾ ഈ ന്യായം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് 69,000 വോട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നേരെ 50% കൂടുതൽ കിട്ടുമായിരുന്നല്ലോ. നിങ്ങൾക്ക് വെറും 37,000 കിട്ടിയുള്ളൂ. ഇനി 37,000 വോട്ട് കിട്ടിയല്ല നിങ്ങൾക്ക് 50% കിട്ടുള്ളൂ. ഞങ്ങൾക്ക് 58,000 വോട്ട് കിട്ടിയിട്ടുണ്ടെന്നേ. അപ്പോ നിങ്ങൾ അവന് പിടിച്ചിരുന്നെങ്കിൽ ഈ വർഗീയവാദികളൊന്നും വേണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ നിയോജക മണ്ഡലത്തിൽ നോക്കൂ, ഞാൻ ഒരു വോട്ട് ഷെയറിലൂടെ പറയാം. നിങ്ങൾക്ക് 2011 ഇതേ നിയോജക മണ്ഡലത്തിൽ 35.82% വോട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് 27% വോട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വോട്ട് ഷെയർ കുറഞ്ഞു പോകുന്നത്? ഇത്തരത്തിലുള്ള അവസരവാദപരമായ രാഷ്ട്രീയം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതങ്ങനെയാണ് അവിടെ ഇങ്ങനെ. അപ്പൊ അന്നത്തെ കാര്യമല്ല ഇന്നത്തെ കാര്യം ആണെന്നേ. അന്നത്തെ നിലപാട് നിങ്ങൾക്ക് അനുകൂലമായിരുന്നു, ഈ കക്ഷികൾ സ്വീകരിച്ചിരുന്നപ്പോ നിങ്ങൾക്കത് കൊള്ളാമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എതിരായപ്പോ അവർ വർഗീയവാദികളാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഈ കൂട്ടാങ്കലിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു 2015 വലിയ ദൂരമൊന്നുമല്ല, രണ്ടാമത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അരൂക്കുറ്റിയിൽ നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒന്നിച്ചല്ലേ മത്സരിച്ചത്? നിഷേധിക്കാൻ കഴിയുമോ? താങ്കൾ പറഞ്ഞു ജയിച്ചതിന് ശേഷം ഞങ്ങൾ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തുക സ്വാഭാവികമാണ്. എന്നാൽ ചോദിക്കട്ടെ, അരൂക്കുറ്റിയിൽ മത്സരിച്ചിട്ടില്ല ഒന്നിച്ച്? നിഷേധിക്കാൻ കഴിയുമോ? കഴിയില്ല. നിങ്ങൾ മത്സരിച്ചിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. അപ്പോ ഇതൊക്കെ PDP-യുടെ വോട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു അക്ഷരമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചാൽ കേരളത്തിലെ യുവതലമുറ, പ്രത്യേകിച്ച് പുതിയ തലമുറ, അവർക്ക് ഇതൊക്കെ മനസ്സിലാകുന്നവരാണ്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ്. അവരോടൊക്കെ ഇത് പറയുമ്പോൾ ഈ പാർട്ടി ക്ലാസ്സിൽ പറയുന്നത് പോലെ അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നെങ്കിലും എന്താ പറയുന്നത്, പ്രത്യക്ഷത്തിൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളിത് പറയുമ്പോൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കണം. ശ്രീ പ്രകാശൻ വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു പോയി, അത് വസ്തുതയാണ്, അത് നിങ്ങളുടെ കയ്യിരിപ്പുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് അവിടെ വർഗീയവാദികൾ അപ്പുറത്ത് സഹായിച്ചു. നിങ്ങൾ എന്തിനൊക്കെ പോകുന്നേ? ശരി, അതിന് ശ്രീ എം പ്രകാശ് മാഷ് മറുപടി നൽകും. അത് മുമ്പ് ശ്രീ ശ്യാമക്കരൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. നിങ്ങൾ പരസ്പരം ഓഫീസുകളിൽ പോയി ചർച്ച നടത്തിയ ശേഷം ഒരു പിന്തുണ നേടുകയാണ് ഉണ്ടായത്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വാർത്തകളുണ്ടോ? ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോസ് ഇഷ്ടം പോലെ വരാറുണ്ട്. ഞാൻ കാണിച്ചല്ലോ, ഞാനിപ്പോ കാണിച്ച ഫോട്ടോ എവിടെയാ? SRP നേരിട്ട് പോയി എവിടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കണ്ടതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ശ്രീ പിണറായി വിജയൻ നേരിട്ട് പോയി കണ്ടതിന്റെ ഫോട്ടോയാണ് ഞാൻ കാണിച്ചത്. നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മൾ എല്ലാവരുടെയും പിന്തുണ വാങ്ങാറുണ്ട്, ചോദിക്കാറുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ,
ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഐഡിയോളജി മുന്നിൽ നിർത്തിക്കൊണ്ട്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രിക മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരോടും പിന്തുണ അഭ്യർത്ഥിക്കും. അതുകൊണ്ടാണല്ലോ ബിജെപിയുടെ നേതാക്കന്മാർ, ബിജെപിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണല്ലോ CPM-ന്റെ വോട്ട് 37,000-ലേക്ക് കുറഞ്ഞ അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ബിജെപിയുടെ CPM-ന്റെ ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിവിധ കക്ഷികളുടെ അനുഭാവികളായിട്ടുള്ളവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അതൊക്കെ വർഗീയവാദികളുമായി ചങ്ങാത്തം കൂടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ആ അത്തരത്തിൽ ചങ്ങാത്തം ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളത് CPM ആകാം. പക്ഷേ ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടഭ്യർത്ഥിക്കുക സ്വാഭാവികമാണ്. ആ വോട്ട് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനങ്ങളുമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. ഇതിനൊക്കെ ഇങ്ങനെ വന്നിരുന്ന് മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. ശരി ശരി, ഇതിനേക്കാൾ നല്ലത് ബാത്റൂമിൽ ശ്രീ എം പ്രകാശൻ മറുപടി നൽകാം. ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം മോങ്ങലും ചാമക്കാലയുടെ സംസാരമെല്ലാം മഹത്വചനമാകുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ നായയാണ് സാധാരണ മൂങ്ങുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരം എന്നല്ലാതെ വേറെ എന്താ പറയുക. ഇവിടെ ഇത് നിങ്ങൾക്ക് സൂം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിങ്ങളുടെ രാഹുൽ മാക്കൂട്ടത്തിൽ പോയി നടത്തുന്ന ചർച്ചയുടെ ഫോട്ടോ ആണ്. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ചാമക്കാല പറഞ്ഞ കാര്യത്തിലേക്ക് പിന്നീട് വരാം. BJP-ക്കാർക്ക് വർഗീയതക്കെതിരെ പറയാൻ എന്ത് അവകാശമുള്ളത്? ഇന്ത്യയിൽ ഏറ്റവും ഏറെ ആളുകളെ കൊന്നു തള്ളിയിരിക്കുന്ന കത്തി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനതാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. അവരാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ പാർട്ടി. ബാക്കിയെല്ലാം ചെറിയ ചെറിയ വർഗീയ പാർട്ടിയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ SDPI, വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ പാർട്ടിയാണ്. അതുകൊണ്ട് ഇവരെ വർഗീയ പാർട്ടി, ഇവർ കൊന്നിരിക്കുന്നു, ഇവർ തീവ്രവാദികളാണ്, ഇവർ രാജ്യം നശിപ്പിക്കുന്നു, അതൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ കോൺഗ്രസ്സുകാരും അതുപോലെ BJP-ക്കാരും പറഞ്ഞിരിക്കുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാത്ത സ്ഥാപനമാണ്. അവിടെ ഏതെങ്കിലും ഒരു കക്ഷിക്കോ മുന്നണിക്കോ മഹാഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള മുഴുവൻ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കും ജയിപ്പിക്കാൻ വേണ്ടി കഴിയൂ. ഇപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എല്ലാവരെയും ജയിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് വൈസ് പ്രസിഡന്റായിട്ട് ചിലപ്പോൾ CPM ഉണ്ടാവും, BJP ഉണ്ടാവും. ഒറ്റ കൈമാറ്റ വോട്ടനുസരിച്ച് വരുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിച്ചേൽപ്പിക്കാൻ മിക്കവാറും പഞ്ചായത്തുകൾ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം പാർട്ടികൾക്ക് കിട്ടുന്ന സീറ്റുകളുടെ അവിടെ പ്രതിപക്ഷമില്ല. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഭരണകക്ഷിയാണ്. ഭരണത്തിൽ പങ്കാളിത്തമില്ലാത്ത ആരും തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കമ്മിറ്റി അംഗങ്ങളും അല്ലാതെ ഒറ്റ പഞ്ചായത്ത് അംഗമോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമോ മുനിസിപ്പൽ കൗൺസിലറോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ആ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടാക്കുന്ന നിയമത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളെ ഞാൻ ചാമക്കാലെ. നിങ്ങളതിനെ പറ്റി അസംതൃപ്തിയുടെ കാര്യമില്ല. പിന്നെ ഞങ്ങൾക്കെന്തോ വലിയ സമയം കുറവാണ്. അദ്ദേഹം പറഞ്ഞേ വിവരക്കേട് പറയുന്നത് കേട്ടിരിക്കണം. എന്നിട്ട് പിന്നെ കേട്ടിരിക്കില്ല അരൂക്കുറ്റിയിൽ ചാമക്കാലയ്ക്ക് ജനാധിപത്യ മര്യാദയില്ലാന്ന് എനിക്കറിയാം. ചർച്ചയിൽ പറയുമ്പോ എന്റെ ജനാധിപത്യ ബോധമാണ്. കേട്ടിരിക്കണം. കഴിയില്ല, ചർച്ചക്ക് വരരുത്. എതിരാള് പറയുന്ന കാര്യം കേൾക്കാൻ പറ്റില്ല. പ്രസംഗിച്ചാൽ മാത്രം പോരാ. ഇവിടെ ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ് എന്റെ പാർട്ടി. നിനക്കറിയാം. അവിടെ വെറുതെ വർത്തമാനം പറയുന്നത്. സമയത്ത് മാത്രം പറഞ്ഞാൽ മതി. അതാ ചാമക്കാല എന്നെ ജനാധിപത്യം പഠിപ്പിക്കണ്ട. ചാമക്കാല എന്നെ ജനാധിപത്യം പഠിപ്പിക്കണ്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള സമയത്ത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമുണ്ട്. വായ തുറന്നിട്ടില്ലല്ലോ, തുറക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ വിവരക്കേടുള്ള ആള്. ചാമക്കാല കേരളത്തിലെ ഏറ്റവും വലിയ വിവരമുള്ള ആള്. ഞങ്ങളെല്ലാം വിവരദോഷി ആയിക്കോട്ടെ. പക്ഷേ വിവരദോഷി വന്നിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ ന്യായം പറയാനാണ്. അവിടെ വിവരക്കാരെ കേട്ടിരിക്കണം കേട്ടോ. വിവരക്കാരെ കേട്ടിരിക്കണം.
അല്ലാതെ നിങ്ങളുടെ പാർട്ടിയുടെ ഇടയ്ക്ക് നയം പറയാൻ പറയുമ്പോൾ പാടില്ല. അത് നയം- ഇവിടെ നയമായിരിക്കണമെന്നേ. 2021 ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 36,433 വോട്ടാണ്. 24 ലോക്സഭയിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 34,640 വോട്ടാണ്. നിലവിൽ ഈ രണ്ടിനേക്കാൾ വോട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് 37,293. ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞത് എങ്ങനെയാ പറയുന്നത്? എന്ത് ന്യായത്തിന് എത്ര വേണ്ടിയാ? വോട്ട് കൂടിയും താങ്കൾക്ക് പിന്നെ അറിയാമോ? ഇവിടെ അവിടെ എത്ര ബി വോട്ട് ജെ കൂടിയും പിക്കാരുടെ താങ്കൾക്ക് വോട്ടുകൾ അറിയാമോ? വാങ്ങിയിട്ടില്ല, എങ്ങനെ പറയാൻ കഴിയും? എത്ര വോട്ട് കൂടിയും താങ്കൾക്ക് അറിയാമോ? മിണ്ടായിരിക്കണോ? മിണ്ടായിരിക്കുന്നേ എഴുതി വെക്ക. താങ്കൾക്ക് എഴുതാനറിയോ? താങ്കൾക്ക് എഴുതാൻ ദയവ് ചെയ്ത് മാന്യതയോടെ സംസാരിക്കുക പ്ലീസ്. സമയം കഴിയുകയാണ്. സമയം കഴിയുകയാണ്. ശ്രീ ചാമക്കാല പ്ലീസ്. ശ്രീ ചാമക്കാല പ്ലീസ് ദയവ് ചെയ്ത് അദ്ദേഹത്തെ പൂർത്തിയാക്കാൻ സമ്മതിക്കും. ചന്ത കൂടിയിട്ട് കാര്യമില്ല കേട്ടാ. ചാമക്കാല മാന്യമായി വർത്താനം പറയാൻ പഠിക്കണം, എന്നിട്ട് ചർച്ചയ്ക്ക് വരണം. ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു വാക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ ആർക്ക് കഴിയുന്നു? ആയിക്കോട്ടെ, നിങ്ങൾ മഹാനായ കോൺഗ്രസ് നേതാവ് ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. എന്റെ അടുക്കുന്ന ഒരു കാര്യം പഠിക്കണ്ട. ഞാൻ നിങ്ങൾ ഒരു കാര്യം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമില്ല. ഞാൻ പറയുമ്പോ എന്റെ വായിൽ കയറി സംസാരിക്കരുത്. അതറിയില്ല. ചാമക്കാല ഇതൊന്നൊരു മര്യാദയല്ല. മര്യാദയല്ല. നിങ്ങൾക്കുള്ള എന്നിട്ട് ഒരു കാര്യം ജ്യോതികുമാറിന്റെ സമയത്ത് ആരെങ്കിലും അല്ലല്ല, നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാത്തത് കൊണ്ട് നിങ്ങൾ കലഹിച്ച് സമയം തീർക്കുകയാണ്. നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ ജ്യോതികുമാറെ? ഒരു ചോദ്യം ഞാൻ രണ്ട് മഞ്ചേശ്വരം ചോദിച്ചു, ഉത്തരമുണ്ടോ? ഞാനീ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ 4 പേരും ജയിലില്ല. നിങ്ങൾ ഈ പറഞ്ഞ 4 ഭീകരവാദികളും ജയിലില്ല. പത്രം വായിക്കാത്തോണ്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ കെട്ടിപ്പിടിക്കും, നിങ്ങൾ ഭീകരവാദികളെ കെട്ടിപ്പിടിക്കും, ഒന്ന വെക്കും, അടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്യും. ജ്യോതികുമാർ ചാമക്കാലെ നടുപ്പുറത്ത് നട്ടലുണ്ടെങ്കിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ ഷമീമ ടീച്ചർ രാജിവെക്കുക. ശ്രീ എം പ്രകാശൻ, ജ്യോതികുമാർ ചാമക്കാല, പ്രകാശ് ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.